ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. പട്ടികയിൽ പേരുണ്ടോയെന്ന് സമ്മതിദായകർ പരിശോധിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ട മർദ്ദനത്തെ തുടർന്ന് കൊല്ലപ്പെട്ട ഇതര സംസ്ഥാന തൊഴിലാളിയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സപ്ലൈകോയുടെ ക്രിസ്മസ് പുതുവത്സര ഫെയറുകൾക്ക് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി GR അനിൽ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സംഘടിപ്പിക്കുന്ന യുവ സംരംഭക ഉച്ചകോടിക്ക് കാസർകോട് തുടക്കം. വനിതാ സംരംഭകത്വത്തിന് പ്രത്യേക പ്രാധാന്യം നൽകും. ശബരിമല സന്നിധാനത്തേക്കുള്ള തങ്കയങ്കി രഥഘോഷയാത്ര നാളെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും യാത്ര തിരിക്കും. പൊതുജനങ്ങൾക്ക് യാത്രയ്ക്കിടെ ശുചിമുറികൾ കണ്ടെത്താൻ സഹായിക്കുന്ന ക്ലൂ മൊബൈൽ ആപ്ലിക്കേഷൻ സംസ്ഥാനത്ത് നാളെ പുറത്തിറക്കും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. പട്ടികയിൽ പേരുണ്ടോയെന്ന് സമ്മതിദായകർ പരിശോധിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. കരട് വോട്ടർ പട്ടിക സംബന്ധിച്ച പരാതികൾ ജനുവരി 22 വരെ voters.eci.gov.in എന്ന പോർട്ടലിൽ സമർപ്പിക്കാം. അതേസമയം കൃത്യവും സംശുദ്ധവുമായ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനായുള്ള SIR നടപടികളുടെ പൂർത്തീകരണത്തിനായി രാഷ്ട്രീയ കക്ഷികളുടെയും പൊതുജനങ്ങളുടെയും സഹകരണം വേണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്പെഷ്യൽ റോൾ ഒബ്സർവർ ഐശ്വര്യ സിംഗ് പറഞ്ഞു. വികസിത് ഭാരത് റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം. ഇതോടെ ബിൽ നിയമമായി. ഗ്രാമീണ കുടുംബങ്ങൾക്ക് 125 ദിവസത്തെ തൊഴിൽ നിയമം ഉറപ്പുവരുത്തുന്നു. പുതിയ തൊഴിലുറപ്പ് നിയമത്തെക്കുറിച്ച് കേന്ദ്ര സർവകലാശാല മുൻ വൈസ് ചാൻസലർ G. ഗോപകുമാർ ആകാശവാണി വാർത്തകളോട്. ഈ നിയമത്തിൽ കൂടി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന 4 മേഖലകളുണ്ട്. ജലസുരക്ഷ, ഗ്രാമീണ വികസനം, ഗ്രാമീണ മേഖലയിൽ തന്നെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക. 4ാമത് കാലാവസ്ഥാ വ്യതിയാനവും അത് നടത്തുന്ന വെല്ലുവിളിയും നേരിട്ട് കൊണ്ടുള്ള പുതിയ കാര്യങ്ങൾ നടപ്പിലാക്കുക. അതുവഴി കർഷകരുടെയും ഗ്രാമീണ മേഖലയുടെയും ജനങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുക. ഈ 4 മേഖലകളിലാണ് മാറ്റങ്ങൾ പ്രധാനമായും ഉദ്ദേശിക്കപ്പെടുന്നത്. പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ട മർദ്ദനത്തെ തുടർന്ന് കൊല്ലപ്പെട്ട ഇതര സംസ്ഥാന തൊഴിലാളി റാം നാരായൺ ബഗേലിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതികൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. റാം നാരായണിന്റെ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സഹായം നൽകുന്നത് ഗൌരവമായി പരിഗണിക്കുന്നതായി മന്ത്രി K. രാജൻ പറഞ്ഞു. മന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് മൃതദേഹം ഏറ്റെടുക്കാൻ കുടുംബാംഗങ്ങൾ തയ്യാറായി. സംഭവത്തിൽ 5 പേർ റിമാൻഡിലാണ്. കൂടുതൽ അന്വേഷണം നടത്തിയ ആവശ്യമെങ്കിൽ പ്രതികളുടെ ജാമ്യം റദ്ദാക്കുമെന്ന് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ പറഞ്ഞു. തിരുവനന്തപുരത്ത് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ഇന്ന് വൈകിട്ട് പാളയം സെന്റ് ജോസഫ്സ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് റാലി നടത്തും. ക്രിസ്മസ് പാപ്പാമാരുടെ വേഷമണിഞ്ഞ 100 കണക്കിന് വിശ്വാസികളുടെ ഫ്ളോട്ടുകളും കലാപ്രകടനങ്ങളും റാലിയെ വർണ്ണാഭമാക്കും. നാളെ വൈകുന്നേരം മുതൽ ക്രിസ്മസ് ദൃശ്യാവിഷ്കാരവും ദേവാലയ പരിസരത്തൊരുക്കും. കേരളത്തിൽ സപ്ലൈകോയുടെ ക്രിസ്മസ് പുതുവത്സര ഫെയറുകൾക്ക് തുടക്കമായി. ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി GR അനിൽ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. പൊതുവിപണിയിൽ വിലവർധനവുണ്ടായാലും പൊതുജനങ്ങളെ അത് ബാധിക്കാതിരിക്കാനാണ് സപ്ലൈകോ ഫെയറുകൾ നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ക്രിസ്മസിനും ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് 31 വരെയുള്ള ദിവസങ്ങളിൽ 6 ജില്ലകളിൽ പ്രത്യേക ഫെയറുകൾ, മറ്റെല്ലാ താലൂക്കിലും സപ്ലൈകോയുടെ പ്രധാന ഔട്ട്ലെറ്റ് പ്രത്യേക ഫെയർ രൂപത്തിലേക്ക് മാറ്റാനുമാണ് തീരുമാനിച്ച് ആ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങിയത്. 20 കിലോ അരി 25 രൂപ നിരക്കിൽ വാങ്ങാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ സബ്സിഡിയായി പൊതുവിതരണ കേന്ദ്രങ്ങളിലൂടെ ജനങ്ങൾക്ക് ഈ മാസം വെള്ള നീല കാർഡിനടക്കം സ്പെഷ്യൽ അരി ലഭിക്കുകയാണ്. അതുപോലെ മറ്റ് കാർഡുകൾക്ക് 35 കിലോയും പെർ ഹെഡ് 5 കിലോയും ലഭിക്കുകയാണ്. ഈ മാസം 31 വരെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ എന്നിവിടങ്ങളിലാണ് പ്രത്യേക ഫെയറുകൾ സംഘടിപ്പിക്കുന്നത്. ഇന്ന് രാജ്യം ഗണിതശാസ്ത്ര ദിനം ആചരിക്കുന്നു. പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞനും ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട വ്യക്തിത്വവുമായ ശ്രീനിവാസ രാമാനുജന്റെ ജന്മദിനമാണ് ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്. ഗണിതം, കല, സർഗാത്മകത എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ശാസ്ത്ര പുരോഗതിയിലും ദൈനംദിന ജീവിതത്തിലും ഗണിതത്തിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നതിനായാണ് ദിനാചരണം ലക്ഷ്യമിടുന്നത്.
റബ്ബർ പാലിൽ നിന്ന് നിർമ്മിച്ച പരിസ്ഥിതി സൌഹൃദ പെയിന്റ് നിർമ്മാണ ഫോർമുല നാളെ കോട്ടയം പുതുപ്പള്ളിയിൽ മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും. പരമ്പരാഗത എമൽഷൻ പെയിന്റുകളേക്കാൾ ഗുണനിലവാരമുള്ളതായി കണക്കാക്കുന്ന ഈ പെയിന്റ് ഫോർമുല റബ്ബർ ബോർഡിന് കീഴിലുള്ള ഗവേഷണ സ്ഥാപനത്തിലാണ് നിർമ്മിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സംഘടിപ്പിക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ യുവ സംരംഭക ഉച്ചകോടിക്ക് കാസർഗോഡ് തുടക്കം. കാസർഗോഡ് LBS എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും യുവ സംരംഭകരും സ്റ്റാർട്ടപ്പ് സ്ഥാപകരും വ്യവസായ വിദഗ്ധരും പങ്കെടുക്കുന്നുണ്ട്. വനിതാ സംരംഭകത്വത്തിന് പ്രത്യേക പ്രാധാന്യം നൽകുന്ന പരിപാടികളും സ്റ്റാർട്ടപ്പ് എക്സ്പോയും കരകൌശല സ്റ്റാളുകളും ഉച്ചകോടിയുടെ ഭാഗമാണ്. പൊതുജനങ്ങൾക്ക് യാത്രയ്ക്കിടെ ശുചിമുറികൾ കണ്ടെത്താൻ സഹായകമാകുന്ന ക്ലൂ മൊബൈൽ ആപ്ലിക്കേഷൻ സംസ്ഥാനത്ത് നാളെ പുറത്തിറക്കും. ക്ലൂ സംവിധാനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി MB രാജേഷ് തിരുവനന്തപുരത്ത് നിർവഹിക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി ശുചിത്വ മിഷനാണ് ക്ലൂ ആപ്പ് സജ്ജമാക്കിയത്. സംരംഭകരെ സഹായിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. പദ്ധതികൾ ഉപയോഗപ്പെടുത്തി സംരംഭങ്ങൾ തുടങ്ങി വിജയപാതയിലാണ് കണ്ണൂർ പിണറായിയിലെ P. വിനേഷ് കുമാർ KC ദിൽന ദമ്പതിമാർ. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. വിദേശത്തെ ജോലി അവസാനിപ്പിച്ച് നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷമാണ് വിനീഷും ദിൽനയും സംരംഭങ്ങൾ ആരംഭിച്ചത്. PMEGPയിൽ 20 ലക്ഷം രൂപ വായ്പയെടുത്ത് വിനീഷിന് 7,20,000 രൂപയാണ് സബ്സിഡിയായി ലഭിച്ചത്. ദിൽന PMFMEയിൽ 7 ലക്ഷം രൂപ വായ്പയെടുത്ത് ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ നിർമ്മാണ യൂണിറ്റും തുടങ്ങി. ഇരുവരും ആകാശവാണിയോട് 12 ലക്ഷത്തി കുറച്ച് പൈസ കൂടെ തിരിച്ചടച്ചിട്ടുണ്ട്. 7,80,000 രൂപ എനിക്ക് സബ്സിഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. 7 ലക്ഷം രൂപ വരെ ലോൺ എടുത്തിന്. ഒരു വർഷത്തെ അടവെല്ലാം കഴിഞ്ഞ് എണ്ണക്കടികളാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഹാപ്പിയാണ്. നല്ലോണം കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 129ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGOV, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഈ മാസം 26 വരെ അറിയിക്കാം. ശബരിമല സന്നിധാനത്തേക്കുള്ള തങ്കയങ്കി രഥഘോഷയാത്ര നാളെ രാവിലെ 7-ന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും യാത്ര തിരിക്കും. തങ്കയങ്കി ഘോഷയാത്രയ്ക്കുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് ആറന്മുളയും പരിസര പ്രദേശങ്ങളും. ദേവസ്വം ബോർഡിന്റെ ആറന്മുള സ്ട്രോങ് റൂമിൽ നിന്ന് തങ്കയങ്കി പുറത്തെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. നാളെ രാവിലെ 5 മുതൽ 7 വരെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ കൊടിമരച്ചുവട്ടിൽ പ്രത്യേകമൊരുക്കിയ സ്ഥലത്ത് തങ്കയങ്കി ദർശനം ഭക്തർക്ക് ലഭ്യമാകും. ഘോഷയാത്രയ്ക്കുള്ള രഥത്തിന്റെ നിർമ്മാണം അജിത് തങ്കപ്പിന്റെ നേതൃത്വത്തിൽ കോഴഞ്ചേരി ഈസ്റ്റ് കൊല്ലൂരേത്ത് വീട്ടിൽ പൂർത്തിയായി കഴിഞ്ഞു. ഘോഷയാത്രയ്ക്കായി തങ്കയങ്കി ആറന്മുള സ്ട്രോങ് റൂമിൽ നിന്ന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ഹേമന്ത് പുറത്തെടുത്ത് ആറന്മുള അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീലേഖയ്ക്ക് കൈമാറിയിട്ടുണ്ട്. ഘോഷയാത്ര 26-ന് വൈകിട്ട് സന്നിധാനത്തെത്തും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മസ്തിഷ്ക മരണം സംഭവിച്ച യുവാവിന്റെ ഹൃദയം അല്പസമയത്തിനകം എയർ ആംബുലൻസിൽ എറണാകുളത്തേക്ക് കൊണ്ടുപോകും. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നേപ്പാൾ സ്വദേശിനിക്കാണ് ഹൃദയവാൽവ് നൽകുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 499 പോയിന്റ് വർദ്ധിച്ച് 85,422-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 170 പോയിന്റ് നേട്ടത്തിൽ 26,137-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില വർദ്ധിച്ചു. സ്വർണം ഗ്രാമിന് 100 രൂപ ഉയർന്ന് 12,400 രൂപയും പവന് 99,200 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. പട്ടികയിൽ പേരുണ്ടോയെന്ന് സമ്മതിദായകർ പരിശോധിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ടമർദ്ദനത്തെ തുടർന്ന് കൊല്ലപ്പെട്ട ഇതര സംസ്ഥാന തൊഴിലാളിയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സപ്ലൈകോയുടെ ക്രിസ്മസ് പുതുവത്സര ഫെയറുകൾക്ക് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി GR അനിൽ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സംഘടിപ്പിക്കുന്ന യുവ സംരംഭക ഉച്ചകോടിക്ക് കാസർകോട് തുടക്കം. വനിതാ സംരംഭകത്വത്തിന് പ്രത്യേക പ്രാധാന്യം നൽകും. ശബരിമല സന്നിധാനത്തേക്കുള്ള തങ്കയങ്കി രഥഘോഷയാത്ര നാളെ ആറന്മുള പാർത്ഥസാരഥി
ക്ഷേത്രത്തിൽ നിന്നും യാത്ര തിരിക്കും. പൊതുജനങ്ങൾക്ക് യാത്രക്കിടെ ശുചിമുറികൾ കണ്ടെത്താൻ സഹായിക്കുന്ന ക്ലൂ മൊബൈൽ ആപ്ലിക്കേഷൻ സംസ്ഥാനത്ത് നാളെ പുറത്തിറക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത പ്രക്ഷേപണം 12:50.